മാർച്ച് 13 പുല്ലുവള ഭാഗത്ത് കരമടി കയറിയ ആ മീൻ പള്ളം ഫിഷ് മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വള്ളം നിറയെ വങ്കട മീനാണ്. ഇവർ ഓരോ കുട്ടിയിൽ എണ്ണി എടുക്കുന്നുണ്ട് അവിടെ ലേലത്തിൽ കൊടുക്കാനായിട്ട്. ലേലം ദാണ്ട് അവിടെ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ലേലവിളിയൊക്കെ നടക്കുന്നത്. ഇവർ എണ്ണി എടുക്കുന്നുണ്ട് കേട്ടോ വങ്കട മീൻ. എല്ലാരും അവിടെ കണക്കൊണ്ട് പോയി അങ്ങനെ അല്ല ജോലി എത്ര എണ്ണ എടുക്കുന്നു? 50 എണ്ണുന്നില്ല. ഇവര് എണ്ണുന്നില്ല കേട്ടോ. കുട്ട നിറയെ വാരി വയ്ക്കുന്നതാണ്. ഓരോ കുട്ട വീതം വാരി എടുത്തിട്ട് ഇവിടെ ലേലത്തിൽ കൊടുക്കുകയാണ് കേട്ടോ. എത്ര രൂപയാണ് ലേലം എന്നറിയില്ല, ചോദിച്ചു നോക്കാം. ഒരു കുട്ടയാ 3200 രൂപ. ഇതെവിടെ അടിമലത്തുറ കയറിയതാ? മൂവായിരം 3200 രൂപയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരു എണ്ണമില്ല, കുട്ട നിറയെ വാരി വയ്ക്കുന്നതാണ്. കച്ചാവലയ്ക്ക് നെത്തോലി മീനാണ്. കച്ചാവലയ്ക്കുള്ള നെത്തോലി മീൻ കുടഞ്ഞു മാറ്റുന്നുണ്ട് കേട്ടോ. ഏപ്രിൽ 13 വള്ളം ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന വള്ളത്തിലെല്ലാം നെത്തോലി, കൊഴിയാള, കണവ, ചാള അങ്ങനത്തെ മീനുകളാണ്. ഓരോ വള്ളങ്ങൾ വന്ന് മീൻ വിറ്റ് പോകും തോറും ഈ ഒരു വള്ളങ്ങൾ തള്ളി വിടുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് തട്ടുമടിക്കുള്ള നെത്തോലി മീനും ചാള മീനൊക്കെ തിരിഞ്ഞു മാറ്റുന്ന ഒരു കാഴ്ചയാണ്. ഇതിൽ ചാളയും നെത്തോലിയുമാണ്. തെരിഞ്ഞു മാറ്റുന്നുണ്ട്. ലോക റിസ്കി ആയിട്ടുള്ള പണി തന്നെയാണ്. നമ്മുടെ അളിയെ പൂവാർ വിഴിഞ്ഞത്തുള്ളതാണ് കേട്ടോ. പൂവാർ കല്യാണം കഴിച്ച പയ്യനാണ്. തട്ടുമടിയിൽ മീനുമായിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ മീനുണ്ട് ഇന്ന്? കണയ മാത്രമേ ഉള്ളൂ. ഇത് എവിടെ? പൂവാർന്ന് നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ആ സൈഡ് കണവയാണ്. കുറച്ച് കണവ കയ്യിൽ വാരി കാണിച്ചു വിടും. കയ്യിൽ 2 കയ്യിൽ വാരി കാണിച്ചു വിടുക. ഓ, ചെറിയ സൈസാണ്. ചെറിയ സൈസാണ്. കാരണം എന്താണെന്ന് പറയാം, തട്ടുമടിയിലുള്ളതായതുകൊണ്ടാണ്. നെത്തോലി മീനിൻ്റെയൊക്കെ കൂടെ കിടക്കുന്ന മീനായതുകൊണ്ടാണ് കണവ ചെറിയ സൈസ് കേട്ടോ. ചാള വില പറഞ്ഞ എത്രയാണെന്ന്? 1700. നെത്തോലിയോ? നെത്തോലി മോശമായതുകൊണ്ട് ഇവർ കളയുന്നുണ്ട് കേട്ടോ. തിരഞ്ഞു മാറ്റി. കാരണം ഇതിൽ കടഞ്ഞിട്ട് ചൂടായിട്ട് നെത്തോലി മീൻ ഇല്ലാണ്ടായി കേട്ടോ. ചില നെത്തോലിയൊക്കെ വാരി ഇവർ തിരഞ്ഞ് കളയുന്നുമുണ്ട്. കണവ മാത്രം ഇവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന എല്ലാ വള്ളവും, ഏകദേശ വള്ളവും നെത്തോലിയും ചാളയും തന്നെയാണ്. ഏറ്റവും കൂടുതലുള്ളത് നെത്തോലിയും ചാളയുമാണ്. പിന്നെ ഒരു കരമടി വള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ വങ്കട ഉള്ളത്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പോൾ വള്ളം ഫിഷ് മാർക്കറ്റിലെ ലേലവിളിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് രാവിലെ 6 മണി മുതൽ ഏകദേശം ഒരു 9-10 മണി വരെയൊക്കെ മാക്സിമം നമുക്ക് ഇവിടുന്ന് മീൻ വാങ്ങാൻ പറ്റും കേട്ടോ. വള്ളത്തിലെ മീനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ മീനൊക്കെ വാങ്ങാൻ പറ്റുമേ. ഇനി അവിടെ ഏതായാലും സ്ഥലവും കാര്യങ്ങളൊന്നും മറക്കണ്ട. നിങ്ങൾ മാക്സിമം രാവിലെ ഏകദേശം ഒരു 6 മണി മുതൽ ഒരു 9-10 മണി വരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ നിന്നൊക്കെ മീനുകൾ വാങ്ങാം. സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്.
വള്ളങ്ങളൊക്കെ മീനൊക്കെ വിറ്റതിന് ശേഷം ട്രാക്ടർ വണ്ടി ഉപയോഗിച്ചിട്ട് തള്ളിയിടുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടോ. ദൂരെ നിന്ന് നമുക്ക് MSCയുടെ ഒരു ഷിപ്പ് കാണാൻ പറ്റും കേട്ടോ. വിഴിഞ്ഞം പോർട്ടിലേക്ക് പോകാൻ പോകുന്ന ഷിപ്പാണ്. ഇവിടെ വെച്ച് തന്നെയാണ് ഈ ഷിപ്പിനെ കൺട്രോൾ ചെയ്ത് ഡക്ക് ബോട്ടുകൾ നമ്മുടെ വിഴിഞ്ഞം ബെർത്തിലോട്ട് കൊണ്ടുപോകുന്നത്. കണവ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എടുത്തായി. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബൈ ബൈ.